السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أما بعد. അദബ് പാരമ്പര്യം ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സുന്നി മേഖലയിൽ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നമ്മുടെ സുന്നത്ത് ജമാഅത്ത് വിട്ടു, സമസ്ത അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹം ഒരു ഷെയ്ഖിന്റെ കൂടെ പോയിട്ടുണ്ട്. ഇത്തരം ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കൂടെ ചേർത്ത് പറയും, പരിചയമുള്ളവരൊക്കെ അദ്ദേഹത്തിന് പഠിക്കുന്ന കാലത്ത് അദബില്ലായിരുന്നു, വാനോളം അറിവുണ്ടായിരുന്നു, പക്ഷേ ഉസ്താദുമാരോടോ മറ്റ് ഇടപഴകുന്ന മേഖലയിലൊന്നും അദ്ദേഹത്തിന് അദബുണ്ടായിരുന്നില്ല എന്ന് പറയാറുണ്ട്. ഇത് തന്നെയാണ് അദബ് എന്നതിന് ഇസ്ലാം വളരെയധികം പ്രാമുഖ്യം നൽകുന്നുണ്ട്. അദബ്, പാരമ്പര്യം ഇത് രണ്ടും ചേർത്ത് വരുമ്പോഴാണ്, അതല്ലെങ്കിൽ അത് രണ്ടും ചേർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇസ്ലാം രൂപപ്പെട്ടു വന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇസ്ലാമിലെ രണ്ടാം പ്രമാണമായ വിശുദ്ധ ഹദീസ്, അതിൽ ഏറ്റവും ഖിലാഫില്ലാത്ത രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന തെളിവുകളാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുന്നത്. എന്താണ് ഈ മുത്തവാത്തിർ എന്ന് പറയുന്നത്? മുത്തവാത്തിർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങൾ കളവ് പറയാൻ സാധ്യതയില്ലാത്ത അത്രയും ആളുകൾ ആവർത്തിച്ച് കൈമാറി വന്ന വാർത്ത അല്ലെങ്കിൽ ഹദീസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്നാദിന്, പാരമ്പര്യത്തിന് ഇസ്ലാമിൽ വളരെ ഉയർന്ന മഹത്വമുണ്ട് എന്നത് ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാം. ഈ ഇസ്നാദോടുകൂടെ അദബ് കൂടി ചേരുമ്പോഴാണ് അറിവ് ഉപകാരപ്പെടുന്നതും മൂല്യവത്തായി തീരുന്നതും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അദബ് പഠിപ്പിക്കുന്നതിന്റെ തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ എണ്ണുന്നുണ്ട്. അതിലൊന്നാമത്തേതായിട്ട് ദുസ്വഭാവങ്ങളിൽ നിന്ന് ശരീരത്തെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അവന്റെ സ്വശരീരത്തിലുള്ള ജീവിത മേഖലകളിലുള്ള മോശം ചെയ്തികളെ അവൻ മാറ്റി അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ സ്വയം ശുദ്ധനായി തയ്യാറാവണമെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, അറിവ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ നന്നാകുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ മറ്റൊരുകളിൽ നമുക്ക് വരും. ഇത്തരം എതിരാളികളുടെ വിമർശനത്തിൽ ഈ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റാൻ തയ്യാറാവുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, അധ്യാപകരോടുള്ള അദബ്, അധ്യാപകരുടെ പക്കൽ നിന്നുള്ള ചിന്തയെ, അവരുടെ അടുക്കൽ നിന്നുള്ള വാർത്തകളെ നമ്മൾ മോശമായി ഉൾക്കൊള്ളാതിരിക്കുക എന്നതാണ്. നമുക്ക് പറ്റാത്ത, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ അധ്യാപകർ പറയുമ്പോൾ അവരെ വിമർശിക്കാതിരിക്കുക, അവർക്കെതിരെ തിരിയാതിരിക്കുക. ഇമാം തന്നെ പിന്നീട് എന്ന് പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ശരിയേക്കാൾ ഉസ്താദിന്റെ തെറ്റിന് കൂടുതൽ ഫലമുണ്ടാകും എന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാം അറിവിന്റെ മേഖലയിൽ മാത്രമല്ല, നിഖില മേഖലകളിലും അദബ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ വീട്ടിൽ കയറുമ്പോൾ സമ്മതം ചോദിച്ച് കയറണമെന്നും, വീട്ടിലേക്ക് അദ്ദേഹത്തെ അറിയാതെ വീട്ടിനുള്ളിലേക്ക് നോക്കരുത് തുടങ്ങി ഒരുപാട് അദബുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ഇസ്ലാമിലുള്ള പൊതു കായികയാണല്ലോ മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം എന്നുള്ളത്. നമ്മളിപ്പോ ഇരുന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ, നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ നമ്മുടെ അരിയിലേക്ക് വരികയാണെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഇരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തെ മാനിച്ച്, അദ്ദേഹത്തെ ബഹുമാനിച്ച് അവിടെ നിൽക്കുകയാണ് അഫ്ളൽ എന്നത് ഇതിൽ നമുക്ക് മനസ്സിലാകും. ആദ്യമായിട്ട് ഇൽമിന്റെ മേഖലയിൽ അദബ് ചർച്ച ചെയ്യുമ്പോൾ അധ്യാപകനെ ഒരു പിതാവിനെ പോലെ കാണുക എന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നമാ അന ലക്കും ബിമൻസിലത്തിൽ വാലിദി ഉഅല്ലിമുക്കും എന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പിതാവിന്റെ സ്ഥാനത്തായി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്നോട് ഇൽമു തേടണം. പിതാവെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാനും നമുക്ക് തുറന്നു പറയാനും പൂർണ്ണാർത്ഥത്തിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് നമ്മുടെ മാതാപിതാക്കൾ. ഈ പിതാവിന്റെ സ്ഥാനത്താണ് അധ്യാപകരെ കാണേണ്ടത്. രണ്ടാമത്തത്, ഇൽമു പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ടും വിനയാന്യതനായിരിക്കുക എന്നതാണ്. ഉസ്താദിന്റെ അടുക്കൽ, അധ്യാപകരുടെ അടുക്കൽ നമ്മളെക്കാൾ അറിവുള്ളവരായിക്കൊള്ളട്ടെ അറിവില്ലാത്തവരായിക്കൊള്ളട്ടെ അധ്യാപകരുടെ മുന്നിൽ തവാദു ഉണ്ടായിരിക്കുക എന്നത് അതിപ്രധാനമാണ്. സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബിയും തമ്മിലുള്ള ഗുരു ശിഷ്യ ബന്ധത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു ചരിത്ര സംഭവമായിട്ട് തന്നെ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ. തുടക്ക സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയോട് വിനയാന്യതനായി കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമൻ മിമ്മാ ഉല്ലിമത് റുഷ്ദ എന്ന്. ഇതൊക്കെ നമുക്ക് വിനയാന്യതനായിട്ട് ഇൽമു തേടുക എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നിഖില രഹസ്യ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് എന്ന പോലെ നമ്മുടെ അധ്യാപകർക്ക് ദുആ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അവരുടെ ആഫിയത്തിന് വേണ്ടിയും അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയും നമ്മളെ കൊണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒഴിവ് സമയത്ത് അധ്യാപകർക്ക് ദുആ ചെയ്തു കൊടുക്കൽ അതവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അദബാണ് നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന്, അധ്യാപകരെക്കാൾ ഉയർന്ന രീതിയിൽ നമ്മുടെ സംസാരം ഉയരാൻ പാടില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ശബ്ദമുയർത്തുന്ന വേളയിൽ ലാ തർഫഉ അസ്വാതകും എന്ന് ആയത്തിറങ്ങുകയുണ്ടായിരുന്നല്ലോ. ശബ്ദം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഉയർത്തരുത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സ്വഹാബത്തൊക്കെ ഭയന്നുകൊണ്ട് സംസാരിക്കാറില്ലായിരുന്നു എന്നത് നമുക്കറിയാം. മറ്റൊന്ന്, ഏറ്റവും ശ്രദ്ധിച്ച് അധ്യാപകർ പറയുന്നത് കേൾക്കുക എന്നത് അവരോട് കാണിക്കുന്ന ഇൽമിനോട് കാണിക്കുന്ന മര്യാദകളിൽപ്പെട്ടതാണ്. അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ ചിന്ത പുറം ലോകത്തേക്ക് വഴിമാറി പോകാതിരിക്കാനും ഇത്തരം സശ്രദ്ധം ശ്രദ്ധിക്കുന്നത് ഉപകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ ഒരു വിഷയത്തെ ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇസ്തൻസിത്തുൻ നാസ് എന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ അവർക്കിടയിലുള്ള സംസാരങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ മുത്തുനബി അവരെ ഉണർത്തുന്നു. എന്നിട്ട് മുത്തുനബി കാര്യം പറഞ്ഞു കൊടുത്തു. എനിക്ക് ശേഷം നിങ്ങൾ കുഫറിലേക്ക് പോകരുത് തുടങ്ങിയ അതിപ്രധാനമായ ഉപദേശമാണ് പിന്നീട് നൽകിയത്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഈ ഒരു ഇൽമു പഠിക്കുന്ന കാര്യത്തെ, ഇൽമു പഠിക്കുമ്പോഴുള്ള മര്യാദ, ഇൽമു കരസ്ഥമാക്കുന്ന രീതിയെ ഒരു ശ്രേണിയിലൂടെ എണ്ണി പറയുന്നുണ്ട്. ആദ്യമായിട്ട് അറിവിന്റെ തുടക്കം എന്ന് പറയുന്നത് കേൾക്കാൻ സന്നദ്ധനാവുക എന്നതാണ്. രണ്ടാമത്തത് ശ്രദ്ധിച്ച് മൗനത്തോടെ ആ വിഷയം ഉൾക്കൊള്ളുക, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നത്. പിന്നെ അത് ഓർമ്മിച്ചു വെക്കലാണ്. പിന്നീട് സ്വയം ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുക. അതിനുശേഷമാണ് സമൂഹത്തിലിറങ്ങി നമ്മൾ പ്രാവർത്തികമാക്കിയ ഇൽമിനെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട മര്യാദകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് കയറി സംശയങ്ങൾ ചോദിക്കാതിരിക്കുക. അത് ഉസ്താദുമാരൊരു വിഷയം, അധ്യാപകരൊരു വിഷയം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടക്ക് കയറി ഒരു സംശയം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ അവർ നിൽക്കും. ഈ സന്ദർഭത്തിൽ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ വ്യാപ്തി കുറയും. നമ്മുടെ ചോദ്യത്തിന് ആൻസർ പറയുമ്പോൾ അതിന്റെ കൂടെ അത് ചുരുങ്ങാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. സ്വഹീഹുൽ ബുഖാരിയില് കിതാബുൽ ഇൽമിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് തന്നെ കൊണ്ടുവരുന്ന ഹദീസ് ഉണ്ടല്ലോ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചാൽ സംസാരം പൂർത്തിയാക്കിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സംശയം ചോദിക്കരുതെന്ന് നമുക്ക് കിട്ടും. മറ്റൊന്ന്, നമ്മുടെ മുഖാത്തിബീങ്ങളായ ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് നമ്മളൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
പുറത്തു നിന്നൊരാൾ വന്നുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടാൽ അവരെ ശ്രദ്ധിക്കുകയല്ല വേണ്ടത്, ഇവർക്ക് പൂർണ്ണാർത്ഥത്തിൽ എടുത്തതിന് ശേഷം അവർക്ക് മറുപടി പറയുക എന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അഅറാബി വന്നുകൊണ്ട് മുത്തനബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, മത്തസ്സഅതു യാ റസൂലല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരം തുടരുകയായിരുന്നു. സ്വഹാബത്തൊക്കെ പലരും വിചാരിച്ചു മുത്തനബിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തിന് സംസാരം തീരെ പിടിച്ചില്ല. ചിലർ പറഞ്ഞു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാത്തതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ സ്വഹാബത്തിനിടയിൽ നിന്ന് രൂപപ്പെട്ടു വന്നു. അവരുടെ ഇടയിലെ സംസാരം കഴിഞ്ഞപ്പോൾ മുത്തനബി ചോദിച്ചു, ഐന ഉറാഹ് അസ്സായിലു അനിസ്സാഅ, ആ അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ച സ്വഹാബി എവിടെയെന്ന് അന്വേഷിച്ചു മുത്തനബി. അപ്പോൾ സ്വഹാബി അവിടുന്ന് അനഹുന എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിന് പിന്നെ പറഞ്ഞു കൊടുത്തു, അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ സാഅത്തിനെ പ്രതീക്ഷിച്ചോളി തുടങ്ങിയ സാഅത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ മുത്തനബി പിന്നീട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു അറിവ് പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ചോദ്യം ചോദിക്കുക, ഇതിനൊക്കെയുള്ള അല്ലെ മറുപടി നൽകുക, ഇതിനൊക്കെയുള്ള മര്യാദ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വജീവിതത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അടുത്തതായി നമ്മുടെ ഇന്നൊക്കെ നമുക്കറിയാം ഒരുപാട് ഉസ്താദുമാരുകൾ, നമ്മുടെ അധ്യാപകര്, നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ, നമ്മളെക്കാൾ സമന്മാരായിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ ആശയങ്ങളോട് വൈരുദ്ധ്യമുള്ളവരുണ്ടാകാം, നമ്മുടെ അഭിപ്രായങ്ങളോട് അവർക്കെതിരായിരിക്കാം. ഈ എതിരുണ്ടാകുന്ന സമയത്തൊക്കെ അവിടെയും അദബ് പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ വൈരുദ്ധ്യത്തിന് വിരുദ്ധമാണ് അവരുടെ ആശയം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തള്ളിക്കളയാനോ പുച്ഛിക്കാനോ അല്ല നിൽക്കേണ്ടത്. നമ്മുടെ ഭാഗത്താണ് കൂടുതൽ ശരിയെന്നുണ്ടെങ്കിലും അവിടുത്തെ മര്യാദ അദ്ദേഹത്തെ കൂടി പരിഗണിക്കലാണ്. മഹാനായ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, അന്നാസു ഫിൽ ഫിഖ്ഹി ഇയാലുൻ അലാ അബീ ഹനീഫ റളിയല്ലാഹു അൻഹു. കർമ്മശാസ്ത്രത്തിൽ ഒരുപാട് ആളുകൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഇമാം ഹനഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ദഹബി റളിയല്ലാഹു അൻഹു തന്റെ സീറു അഅലാമുൽ ബനലാ എന്ന കിതാബിൽ, നബലാ എന്ന കിതാബിൽ ഷാഫി ഇമാമിനെ കുറിച്ചുള്ള ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർസ്ഥാനിലേക്ക് സിയാറത്താർത്ഥം പോയപ്പോൾ അവിടെ നിന്ന് സുബ്ഹി നിസ്കരിക്കുമ്പോൾ ഹനഫി റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചിട്ട് ഖുനൂത്ത് ഓതിയിട്ടില്ലായിരുന്നു. ഹനഫി ഷാഫി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണമെന്ന് പറയുകയും അതിന് ദലീല് കണ്ടെത്തുകയും ഹനഫി മദ്ഹബിൽ മറുപടി നൽകുകയും ചെയ്ത ആളായിരിക്കെ തന്നെ തന്റെ ആശയത്തോട് പൂർണ്ണാർത്ഥത്തിൽ വൈരുദ്ധ്യമുള്ള ഹനഫി ഇമാമിന്റെ സന്ദർഭത്തിൽ വന്നപ്പോൾ അവിടുത്തെ ആദരിച്ചുകൊണ്ട്, അവിടുത്തെ ബഹുമാനിച്ചുകൊണ്ട് ഷാഫി ഇമാം അവിടുന്ന് സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയില്ല. ദഹബി ഇമാം എന്നിട്ട് ഉദ്ധരിക്കുന്നുണ്ട്, ദഅബം മഅഹു എന്നുള്ളായിരുന്നു അദബ് കാരണത്താൽ ഖുനൂത്തിനെ ഷാഫി റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം ഓതാതിരിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മര്യാദയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇസ്ലാമിലെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഇൽമ്, ഒരു അറിവ്, വിശുദ്ധ ഖുർആനടക്കം ഹദീസുകളടക്കം ഇന്ന് നമ്മൾ ആധാരമായി ഇസ്ലാമിന്റെ മുഖ്യ തൂണുകളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഹുക്മ് വിധികളെല്ലാം പാരമ്പര്യമായിട്ടല്ലാതെ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്നാദിന് കൈമാറി വരുന്ന ചോദിച്ചും നമ്മളെക്കാൾ അറിവുള്ളവരെക്കാൾ മുതിർന്നവരെക്കാൾ ചോദിച്ചു പഠിക്കുന്ന രീതി, അതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് നിലകൊള്ളുന്നത് തന്നെ അതിലാണ്. ഒരുപാട് ആദാബുകൾ നമ്മൾ ഇൽമ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അറിവുള്ളവരായിരിക്കെ തന്നെ നമ്മൾ അദബ് പാലിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് ഓർമ്മ വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തെക്കുറിച്ച്, ഇന്ന മിൻ ശജരി ശജറത്തൻ ലാ യസ്ഖുതു വറഖഹാ, ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഇലകൾ കൊഴിയൂല തുടങ്ങി ഈ മരത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമോ എന്നുള്ള ഒരു ചോദ്യം സദസ്സിനോടായി ഉന്നയിച്ചു. ആരും തന്നെ അതിന് ഉത്തരം നൽകുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പസമയത്തിന് ശേഷം ഉത്തരം പറഞ്ഞു, അന്നഖ്ലു എന്നാണ്. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട
ചെറുപ്രായക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ, എനിക്ക് അതിന്റെ ഉത്തരം അറിയാമായിരുന്നു. നഖലാണെന്നുള്ള കാര്യം, ഈത്തപ്പനാണെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഉള്ളതുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരോടുള്ള മര്യാദ പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ അവരുടെ മുന്നിലൊക്കെ അറിയുന്ന ആളാണ് എന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ, പറഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എങ്ങനെയാണ് അദബ് ഉണ്ടാകേണ്ടത്, ഒരു വൈജ്ഞാനിക മേഖല എങ്ങനെ അദബ് ഉണ്ടാകണം എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വഴിയിലൂടെയാണ് ഇസ്ലാം ഇന്ന് വരെ നമ്മുടെ കയ്യിൽ, ഇസ്ലാമിന്റെ കൃത്യമായ പാരമ്പര്യത്തോടുകൂടെ അദബ് കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഇസ്ലാം എത്തിയിരിക്കുന്നത്. നമ്മളും പഠിക്കുമ്പോൾ അധ്യാപകരോടും നമ്മളുടെ ഇടപഴകുന്ന എല്ലാ മേഖലകളോടും പൂർണ്ണമായി നമുക്ക് അദബുണ്ടായിരിക്കണം, മര്യാദ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.